ഇപ്പോൾ ഉള്ളതേ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ ഈ കവളപ്പാറിൻ്റെ വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവശ്യം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ വീട്ടിലൊക്കെ ആരൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്താണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസുകൾ നമുക്ക് കവളപ്പാറയിൽ നമുക്കിപ്പോൾ ഒന്ന് പരിചയപ്പെടാം. പിന്നെ നമ്മളിപ്പോൾ ഈ കവളപ്പാറയിൽ ഇപ്പോൾ നമ്മുടെ വീടുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, കുറേ സംഘടനകളും ഇവരൊക്കെ വീട് കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ ആരൊക്കെ കൊടുത്തിരിക്കുന്നത് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ കവളപ്പാറയിൽ സംസ്ഥാന ഗവൺമെൻറ് കവളപ്പാറ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 153 കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി വീട് വെക്കുന്നതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൽ 33 വീടുകൾക്കുള്ള പൈസ യൂസഫലി കൊടുത്തിട്ടുണ്ട്. ആ വീടുകൾക്ക് തന്നെ 7 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ് ഭൂമി വാങ്ങുന്നതിന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പ്രദേശത്ത് റോഡ് നിർമ്മാണത്തിനായിട്ട് സംസ്ഥാന ഗവൺമെൻറ് 55 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിക്ക് ജലജീവൻ മിഷൻ്റെ 100 കണക്ഷനുള്ള കുടിവെള്ള പദ്ധതിക്കുള്ള ഫണ്ടും സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തു. ബാക്കിയുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഈ 33 വീടുകളിൽ വെച്ച് ബാക്കിയുള്ള എല്ലാ കുടുംബങ്ങൾക്കും സംസ്ഥാന ഗവൺമെൻറ് ഭൂമി വാങ്ങി വീട് വെക്കുന്നതിന് 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ദുരന്ത പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് താമസിക്കുന്നതിന് വേണ്ടി നമ്മുടെ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി 8 വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. പിന്നെ RC പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോമൻ കത്തോലിക്ക ചർച്ച് വിഭാഗം ഒരു 6 വീടുകൾ ഇവിടെ തന്നെ പണിതിട്ടുണ്ട്. ആധാരം എഴുത്തുകാരുടെ സംഘടന ഒരു വീടും നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. കവളപ്പാറയിൽ ഗവൺമെൻറ് മാറ്റിപ്പാർപ്പിക്കണമെന്ന് കണ്ടെത്തിയ മുഴുവൻ കുടുംബങ്ങൾക്കും സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്ത് 14 വീടുകൾ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി കവളപ്പാറക്കാർക്ക് വേണ്ടി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭൂമി ബഹുമാനപ്പെട്ട നിലമ്പൂർ MLA PV അൻവറിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച റീബിൽഡ് നിലമ്പൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാങ്ങി നൽകിയ 72 സെൻറ്റ് സ്ഥലത്താണ് ഈ വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ആ കുടുംബങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആ വീടുകളിൽ താമസിക്കുന്നുണ്ട്. മറ്റ് സംഘടനകളൊന്നും തന്നെ ഇവിടെ വീടോ മറ്റ് കാര്യങ്ങളോ ഭൂമിയോ ഒന്നും കവളപ്പാറ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ കേരള മുസ്ലിം ജമാഅത്തും SYSും ഏപ്പിസ്തൊക്കെ നേതൃത്വം നൽകുന്ന സംഘടന കൊടുത്ത വീടുകൾ ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഈ കാണുന്ന വീടുകളാണ്. ഇപ്പോൾ ഇവിടെ ഈ 3 വീടുകൾ ഈ 3 വീടുകളാണ്. 3 വീടുകൾ അതിൽപ്പെട്ടതാണ് അല്ലേ? പിന്നെ വരുന്ന വീടുകൾ വരുന്നത് ഇങ്ങോട്ട് മേലേക്ക് വന്നാൽ ഇതിങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ്. 2 വരി, ഓരോ വരിയിൽ 3 എണ്ണവും പിന്നീട് 2 വീടുകൾ വീതം ഇങ്ങനെ ലൈനായിട്ടാണ് ഈ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ കാണുന്ന 2 വീടുകൾ അതിൽ ഉൾപ്പെടും. ഇത് ഇവിടെ ഒരു മറ്റേ കൾച്ചറൽ സെൻ്ററായിട്ട് ആളുകൾക്ക് പ്രാർത്ഥിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത്രയും ആളുകൾ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഇപ്പോൾ യൂസഫ് അലി നിർമ്മിച്ച വീടും കോൺട്രാക്ടർമാരുടെ വീടും ഒക്കെ തൊട്ടടുത്തടുത്ത് ഒരു 60ഓളം വീടുകൾ ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. ഇതൊക്കെ മുസ്ലിം ജമാഅത്ത് കൊടുത്ത വീടാണ്. അതെ അതെ. ഈ വീടുകളോ? ഈ 2 വീട്. ഈ 2 വീടും അല്ലേ? അപ്പോൾ താഴത്ത് 3ഉം ഇത് 2ഉം 5ഉം 2ഉം 7 അല്ലേ? ഇനി വരുന്നതിൽ വരുന്ന പേര് അതിൽ കയറും. അങ്ങനെയാണല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഇവർക്ക് വള്ള സൗകര്യം എങ്ങനെയാണ്? കുടിവെള്ളമൊക്കെ മുസ്ലിം ജമാഅത്ത് തയ്യാറാക്കിയ വെള്ളമാണ്. കുടിവെള്ള പദ്ധതി കൊണ്ട് 2 ടാങ്ക് ഉണ്ട് ഇവിടെ. ഈ കിണറാണ് ഇതിന്? കിണറുണ്ട്. പിന്നെ MLA റീബിൽഡ് എന്നൊരു കോയൽ കിണർ അടിച്ചു തന്നിട്ടുണ്ട്. ഇതിലെപ്പോഴും വെള്ളം ഉണ്ടാവും? അപ്പോൾ അതിലെപ്പോഴും വെള്ളം ഉണ്ടാവും അല്ലേ? അത് ചോദിക്കണ വേറൊന്നും അല്ലേ? ആളുകൾ വരെ വെള്ളമൊന്നുമില്ല അങ്ങനെയാണ് എങ്ങനെയെന്നൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ MLA 1.25 ലക്ഷം റുപ്യ എന്നൊരു കോയൽ കിണർ ഞങ്ങൾ ഇപ്പുറത്ത് അടിച്ചിട്ടുണ്ട്. അതിലും ഇഷ്ടം പോലെ വെള്ളമുണ്ട്. വെള്ളത്തിനൊന്നും നിലവിൽ യാതൊരു പ്രയാസവും ഇല്ല. നമ്മുടെ ഈ മഴയില്ലാത്ത ഇതുണ്ടല്ലോ, അപ്പോൾ സമയത്ത് വെള്ളത്തിന് പ്രശ്നമൊന്നും ഇല്ല. കഴിഞ്ഞ വേനൽക്കാലത്തൊക്കെ ഞങ്ങൾക്ക് ഫുള്ള് വെള്ളമുണ്ടല്ലേ? കാരണം കോയൽ കിണറിൽ തന്നെ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നുണ്ട്. അതെ. ഈ 2 വീടുകൾ, പിന്നെ ഈ മേലത്തെ ഈ 2 വീട്. 2 വീടുണ്ട് അവിടെ അല്ലേ? അപ്പുറത്തൊരു വീടുണ്ട് അല്ലേ? 2 വീടില്ല. 6 വീടോ? അത് വേറെ. ഇതായി പെട്ട സ്ഥലം. ഈ 2 വീട് ഇതിൽ പെട്ട. ഈ 2 ഒന്ന് പെട്ട സ്ഥലങ്ങളല്ലേ? അപ്പോൾ ഇതാണിപ്പോൾ മുസ്ലിം ജമാഅത്ത് ഇവിടെ പണിത്തില്ല. ഒരു വീട് പിന്നെ പൂക്കോട്ട് മണ്ണയിലാണ് പൂക്കോട്ട് മണ്ണയിലാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കുടുംബം അവിടെ താമസിക്കാൻ
ഇതിപ്പോ വെള്ള ടാങ്ക് അതൊക്കെ. അതെ അതെ. അപ്പൊ ഇതൊക്കെ 2 വെള്ള ടാങ്ക് ഉണ്ട്, 2 കുടിവെള്ള ടാങ്ക് ഉണ്ട്. ഒരു കിണറോ? ഒരു കിണറും ഒരു കുഴൽ കിണറും. ഒരു കുഴൽ കിണറും ഉണ്ടല്ലേ. ഇതാണ് ഇപ്പൊ ഈ മുസ്ലിം ജമാഅത്ത് കൊടുത്ത വീടുകൾക്കില്ലേ പിന്നെ കിണർ സൗകര്യം ഇതൊക്കെ അല്ലേ. ആ കാണുന്ന ജലജീവൻ മിഷന്റെ സംസ്ഥാന ഗവൺമെന്റ് പണിതിട്ടുള്ള കുടിവെള്ള പദ്ധതി. ഇതാണ് ഇപ്പൊ ഇതിലുള്ള വീടുകളും ഇതില് കറണ്ടൊക്കെ സൗകര്യം, വൈകി വണ്ടിയൊക്കെ വരുമല്ലേ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വലിയ ലോറിയൊക്കെ വരെ ടിപ്പറൊക്കെ വരാറില്ലേ ഫുള്ള്? ഏത് വണ്ടിയും വരും. റോഡൊന്ന് ടാർ ചെയ്യാനുള്ള പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മിക്കവാറും അടുത്ത മഴ മാറിക്കഴിഞ്ഞാൽ നടക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വിലക്ക് വേറെ പേ ചെയ്യാൻ അപ്പോൾ ഇതിപ്പോൾ അവിടുത്തെ ഇതിൽപ്പെട്ട വാർഡ് തന്നെയായി വരുന്നത് അല്ല, അത് 17 ഇത് 1 റോഡിന്റെ അപ്പുറത്തെ സൈഡാണ്. ഇപ്പൊ ആ കാണുന്ന സ്ഥലം അതാണ് ഇടിഞ്ഞത്. അങ്ങനെ കണ്ടില്ല, ആ കട്ടിങ് കണ്ടില്ല, അതിന്റെ അപ്പുറത്താണ് ഇടിഞ്ഞത്. വാർഡ് റോഡിന്റെ അപ്പുറപ്പുറമായപ്പോ മാറിയെന്നുള്ളൂ. മറ്റൊക്കെ ഇവിടെ ഉള്ള റേഷൻ കടയൊക്കെ ഇവിടെ തന്നെ. അതൊക്കെ പണ്ടും ഇപ്പോഴും ഒരേ റേഷൻ കട. റേഷൻ കട വീട് അവിടുന്ന് ഇപ്പൊ 1 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മാറി എന്നുള്ള. താമസിക്കേണ്ട ആളുകൾ അതിലൊക്കെ ആളുകൾ താമസിക്കണ്ടല്ലേ. ഇതാണ് ആ വീടുകളൊക്കെ പറഞ്ഞ മുസ്ലിം ജമാഅത്ത് ഉസ്താദ് നടത്തുന്ന വീട്. അപ്പോൾ പ്രഖ്യാപിച്ച ആളുകളൊക്കെ കൊടുത്തുക്കണുമ്പോ അല്ല എന്താ നമ്മുടെ ഇത് കൊടുത്തുക്കണം എന്താ ചോദിക്കാൻ കാരണം എന്താ, ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വേണ്ടാത്ത കമൻറ്റ് ചോദിച്ചും കൊണ്ടും മറ്റും മറിച്ചും കൊണ്ടും ഇനി വരുന്നത് മുടക്കാനും മറ്റിനൊക്കെ ആയിട്ട്. അതുകൊണ്ട് കാര്യമില്ല, നമുക്ക് ആളുകൾക്ക് അറിയപ്പെട്ടവർക്ക് കിട്ടല്ലേ വേണ്ടത്. നമ്മൾ അങ്ങനെയല്ലേ ഇത് വേണ്ടത്. സോഷ്യൽ മീഡിയയിൽ വരുന്നതിൽ ഇപ്പോൾ ഈ ലീഗിൻ്റെ പറയണം, സോഷ്യൽ മീഡിയയിൽ പറയണതെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഇവിടെ 50 വീടുകൾ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അവരെ സംബന്ധിച്ച് ഒരു 3 ഏക്കർ ഭൂമി ഈ പോത്തുകല പഞ്ചായത്തിൽ 3 സ്ഥലത്തായിട്ട് വാങ്ങിയിരുന്നു. പക്ഷെ ആ ഭൂമിയൊന്നും കവളപ്പാറുള്ള ഒരാൾക്കും കൊടുത്തിട്ടില്ല. അവര് വേറെ അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു 11 വീട് ബൈത്തുറഹിമ വില്ലേജ് പറഞ്ഞ പോലെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് പൂളപ്പാടത്ത്. ബന്ധപ്പെട്ട ആളുകൾക്കൊന്നുമല്ല അതിൽ. അപ്പോൾ അതിന്റെ ലിസ്റ്റൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കവളപ്പാറുള്ള ഒരാളും അത് യൂസുഫ് അലി കൊടുത്ത വീടുകൾ ലീഗിന്റെ വീടാന്നുള്ളൊരു വ്യാജ പ്രചരണം നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട പി വി അബ്ദുൽ വഹാബ് എം പി അതിന് കൃത്യമായി മറുപടി കൊടുത്തു. അത് ലീഗിന്റെ വീടല്ല, അതിന് 6 ലക്ഷം ഉറപ്പിച്ച് ഓരോ വീടിനും എം.എ. യൂസുഫ് അലിയാണ് തന്നിട്ടുള്ളതെന്ന് കൃത്യമായി മൂപ്പര് പറഞ്ഞു. അതാണ് അതിന്റെ ഒരു വസ്തുത. ഇതിപ്പോ ഒരു കട അതിവിടെ നമ്മളിവിടെ താമസിക്കണേ നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥലമാണ്. ആ വീട്ടിൽ താമസിക്കുന്ന ആളുമാണ്. അപ്പൊ ചെറിയ ഏർപ്പാട് എന്നുള്ള ഒരു കച്ചവടം അല്ലേ. മുട്ടായി മറ്റു സാധനങ്ങളൊക്കെ ആയിട്ടില്ലേ കുട്ടികളെ, ഇതൊക്കെ എല്ലാ സാധനങ്ങളും പച്ചക്കറി അല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. പഞ്ചസാര, മറ്റു മല്ലിപ്പൊടി, മുളക് പൊടി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതന്നെ ഓരോരുത്തർ റിസ്ക് ഇതിനല്ലേ അവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളാ പറഞ്ഞ വീടുകളൊക്കെ വരുന്നത്. ഇതിലിപ്പോൾ നിസ്കാര പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലേ. പ്രാർത്ഥനയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാനും. മദ്രസ ഉണ്ട് അപ്പോൾ ഇവിടെ? ഇല്ല, മദ്രസ തുടങ്ങിയിട്ടില്ല. മദ്രസ തുടങ്ങിയിട്ടില്ല അല്ലേ. മദ്രസ ഇപ്പോൾ ഞങ്ങൾ തറവാട് പഴയ മദ്രസ കുട്ടികളൊക്കെ ഇവിടെ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകണം അല്ലേ. ഇവിടെ ഇപ്പോൾ മുസ്ലിങ്ങളായിട്ട് ഇപ്പോൾ ഈ ഇതിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട് ഇവിടെ മൊത്തത്തിൽ? ഒരു 25 കുടുംബങ്ങൾ. 25 കുടുംബങ്ങൾ. അപ്പോൾ അവരൊക്കെ മദ്രസ കുറേ അപ്പുറത്ത് പോകണേ. എത്ര പോകണ്ട ഇവിടുന്ന് അങ്ങോട്ട്? ഇവിടുന്ന് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ ഉണ്ട് അല്ലേ. അങ്ങനെ പോകണ്ടല്ലേ. പിന്നെ ഇപ്പോൾ ഇവിടെ മറ്റേ മതസ്ഥർ താമസിക്കുന്നത് എല്ലാവരും ഉണ്ട്. അവർക്ക് ആരാധനകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അവിടെ അടുത്ത് ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. അപ്പുറത്തൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, ഒരു അമ്പലം ഇവിടെ തന്നെ ഉണ്ട്. ഈ റോഡിൽ അങ്ങോട്ട് കയറി അപ്പുറത്ത് വന്ന അമ്പലമുണ്ട്. ആരാധനാലയങ്ങൾക്കൊന്നൊരു പ്രയാസമല്ലോ, ഒക്കെ അടുത്തടുത്ത് തന്നെ അടുത്തടുത്തുണ്ടല്ലേ. ഒക്കെ ഒരു കുടുംബം പോലെയാണ് ഇപ്പോൾ കഴിയണതൊക്കെ. അതെ അതെ, എല്ലാവരും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളപ്പുറത്ത് കവളപ്പാറ ഇതേമാതിരി ഒരുമിച്ച് ജീവിച്ചത്. ആ ആളുകൾ മൊത്തം ഒരു സ്ഥലത്തേക്ക് ഈ 2-3 സംഘടനകളൊക്കെ ഒരു സ്ഥലത്തന്നെ വീടുണ്ടാക്കിയതുകൊണ്ട് അങ്ങനെ സൗകര്യം കിട്ടി. ഇപ്പോൾ മുസ്ലിം ജമാഅത്താണെങ്കിലും കോൺട്രാക്ടർമാരാണെങ്കിലും യൂസുഫ് അലി ആണെങ്കിലും ഒക്കെ ഒരേ ഏരിയയിൽ വന്നതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പം ഇനിയിപ്പോൾ അതിലിപ്പോൾ നമ്മളെ കവളപ്പാറയിൽ ഇപ്പോൾ ഈ അനുഭവിച്ച ആളുകൾക്ക് ഇനി ആരും വീടിട്ടാത്തൊന്നുമില്ലല്ലോ. ഇല്ല, അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സർക്കാർ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. സംഘടനകളും സഹായിച്ചിട്ടുണ്ട്. സഹായിച്ചിട്ടുണ്ട്. അവർ ചില ആൾ പൈസ വാങ്ങിയിട്ടുണ്ട്, ചിലർ അങ്ങനെ. എങ്ങനെ? അല്ല, പൈസ അവർക്ക് കൊടുത്തു ഗവൺമെന്റ്. ഗവൺമെന്റ് അതെന്താണെന്ന് വെച്ചാൽ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ സർക്കാർ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. മുഴുവൻ ആളുകളെയും ഒരു സ്ഥലത്ത് മാറ്റി അവിടെ സ്കൂളും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും അംഗനവാടി തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ തുടങ്ങാന്നുള്ളത് ആലോചിച്ചാണ്. പക്ഷെ അപ്പോൾ നമ്മളെ ആളുകൾ എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് പോകാൻ മാനസികമായി താല്പര്യമില്ലാത്ത കുറെ ആളുകൾ, പിന്നെ
പിന്നെ ഇതിനനുസരിച്ചുള്ള ഒരു ഭൂമി കണ്ടെത്തി ഈ സ്ഥലത്ത് നിന്ന് മാറാനുള്ള താല്പര്യക്കുറവും പിന്നെ ആളുകൾ തന്നെ കലക്ടറോട് ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി, ഞങ്ങൾക്ക് ഞങ്ങളെ സൗകര്യപ്രദമായ രീതിയിൽ വീട് നിർമ്മിക്കാം എന്നുള്ള ഒരു ചർച്ച. അപ്പോൾ ST വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾ ആ ചർച്ചയിൽ കലക്ടറോട് ആവശ്യപ്പെട്ടതാണ് പൈസ തന്നാൽ മതി, ഞങ്ങൾ ഭൂമി വാങ്ങി വീട് വെക്കാം എന്നുള്ളത്. ഈ റോഡ് അറിയിരിക്കണം അല്ലേ? ഇത് ഗവൺമെന്റിന്റെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 55 ലക്ഷം റുപ്യ അനുവദിച്ച അതില് വീതി കുട്ടിയാണല്ലേ? അതിലുണ്ടാക്കിയ റോഡ്. ഇവിടെയൊക്കെ റബ്ബർ തോട്ടമായിരുന്നു, അപ്പോൾ മുറിച്ചിട്ട് റോഡ് വെട്ടി ആ റോഡും കൂടെ അറിയാനുള്ള ആദ്യം കാണിച്ച ആ റോഡ് ഇതിനപ്പുറത്ത് അവിടെ 150 മീറ്റർ. ഇതിലെങ്ങനെ പോയാൽ അപ്പുറത്ത് അവിടെ മെയിൻ റോട്ടുമൊക്കെയാണ്. നിങ്ങൾ ഇതിലങ്ങോട്ട് കയറിയില്ല, ആ മെയിൻ റോട്ടുമൊക്കെ ഇതിലുണ്ട് ഇറങ്ങും. അതിൽ വേറെ ഇതിപ്പോൾ ഒരു ബൈപ്പാസ് മാതിരി റോഡാണ്, റിംഗ് റോഡ് മാതിരിയാണ് കറങ്ങി പോകുന്നത് മാത്രം. അപ്പോൾ ഇവിടെ നമ്മളെ യൂസുഫ് അലി സാഹിബ് കൊടുത്ത വീടുകളുണ്ടല്ലോ, യൂസുഫ് അലി സാഹിബ് കൊടുത്ത വീടുകൾ അത് എത്ര എണ്ണമാണ് ഇവിടെ ഉള്ളത്? ഏതൊക്കെയാണ്? 33 വീടുകളുണ്ടല്ലോ. ആ കാണുന്ന വീട്, ഈ വീട്, പിന്നെ അങ്ങനെ താഴത്തേക്ക് കാണുന്ന ഈ വീട്, ഇങ്ങനെ ആ വീടുകൾക്കൊക്കെ വൈ എന്ന് എഴുതിയിട്ടുണ്ടാവും. എഴുതിയിട്ടുണ്ട്. ഈ വൈന്ന് എഴുതിയല്ലേ? ഇതൊക്കെ യൂസുഫ് അലി സാർ കൊടുത്ത വീടുകളാണ് അല്ലേ? അതിപ്പോൾ എത്ര വീടാ? 33 അല്ലേ? അയക്കുള്ള സ്ഥലങ്ങളോ? സ്ഥലം വാങ്ങിയത് സ്ഥലം സർക്കാർ വാങ്ങിക്കൊടുത്തു. സർക്കാരിന്റെ ഫണ്ട് കൊണ്ടല്ലേ വാങ്ങിക്കൊടുത്താണ്? സർക്കാർ ഫണ്ട് 6 ലക്ഷം റുപ്യ ഭൂമി വാങ്ങാനും കൊടുത്തു. വീടിന്റെ ഒരു ആദ്യ ഗഡു 1 ലക്ഷം റുപ്യയും കൊടുത്തു. വീട് നിർമ്മാണത്തിലുള്ള ആദ്യ ഗഡു 1 ലക്ഷം റുപ്യയും കൊടുത്തു. ഇതിപ്പോ സ്ഥലം പിന്നെ പൈസ കൊടുത്തിട്ട് സ്ഥലം ഒരു വീടിന്റെ ഉടമകൾ വാങ്ങിയത്? ഉടമകളുടെ പേരിൽ വാങ്ങിയതാണല്ലോ. അവരുടെ പേരിൽ ആധാരമൊക്കെ ഉള്ളത്? എല്ലാവരുടെ പേരിൽ തന്നെ. അത് ഒന്നിച്ച് വാങ്ങി ഇങ്ങോട്ട് ഒന്നിച്ചൊരു സ്ഥലത്ത് വാങ്ങി വീട് യൂസുഫ് അലിന്റെ നേതൃത്വത്തിൽ വഹാബ് സാഹിബാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ MP വഹാബ് അല്ലേ? മുസ്ലിം ലീഗിന്റെ അല്ലേ? മൂപ്പരാണ് അതിന് ഇവിടെ മേൽനോട്ടം കൊടുത്തപ്പോൾ അതിന് ഇവിടെ ബോർഡ് ഉണ്ട്, അത് നോക്കിയറിയാം. PVS ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീടുകളാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന വീടുകളൊക്കെ അല്ലേ? അപ്പോൾ യൂസുഫ് അലി കൊടുത്ത വീടുകൾ ഇതൊക്കെ അല്ല അല്ലേ? ഇത് പിന്നെ ഈ വീട് ഇതിലൊരു 12 വീട് കുറച്ച് അപ്പുറത്താണ്. ബാക്കിയുള്ള വീടുകളൊക്കെ ഇവിടെ അല്ലേ? ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവർക്കുള്ള ഈ പിന്നെ വെള്ള സൗകര്യം, താഴത്തെ വെള്ള സൗകര്യം, അത് വേറെ ഉള്ള സൗകര്യം ഉണ്ട് അവർക്ക്? അതിൽ ഇവിടെ കോയൽ കിണറുണ്ട്. അവിടെ ഇവരെ വീടിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു കോയൽ കിണറുണ്ട്. പിന്നെ ഈ ടാങ്ക് ഗവൺമെന്റിന്റെ ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയിൽ ഉണ്ടാക്കിയത്. അതിപ്പോ മൊത്തം എല്ലാവർക്കും ഇവിടെ 100 കണക്ഷൻ ഉണ്ട്. ഈ വീടുകൾ മാത്രമല്ല, കുഴൽക്കിണറുണ്ട്, വെള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവര് പിന്നെ ഈ വീട് കയറ്റിയതിന് ശേഷം അവരാരെങ്കിലും പ്രതിനിധികൾ ആരെങ്കിലും ഇവിടെ വരുമ്പോ എന്തെങ്കിലും ഉണ്ടാവും? വഹാബ് സാഹിബ് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇടക്കും ഒക്കെ വരലുണ്ട്. അല്ല യൂസുഫ് അലിന്റെ ഇതുമായി ബന്ധപ്പെട്ട് വഹാബ് സാഹിബ് വരണം. അതാണ് നമ്മളെ മൊത്തത്തിലാണോ ഇത്? മൊത്തത്തിൽ ഇപ്പൊ ഈ ഇതിലുള്ള മൊത്തം വീടുകളെ ഉദ്ഘാടനത്തിന് യൂസുഫ് അലി വെച്ചു കൊടുത്ത വീടിന്റെ ആണ് ലുലു ഗ്രൂപ്പിന്റെ വരുന്നല്ലേ? ലുലു ഗ്രൂപ്പ് 33 വീട്. 33. വരുൺ ഗ്രൂപ്പ് ഒരു 2 വീട്. 2 ഗ്രൂപ്പ്. പിന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആണ് അതിന്റെ ഒരു ഫർണിച്ചറും കൊടുത്തിട്ടുണ്ട്. സഹായിച്ചിട്ടുണ്ട്. അവർക്ക് അതിൽ അംഗമായ ആളുകളാണല്ലോ. അവരൊക്കെ ബിസിനസ്സുകാരാണ്. എന്തായാലും വേറെ ബിസിനസ്സൊക്കെ എന്തായാലും ഉഷാറാട്ടെ. അങ്ങനെയൊക്കെ ചെയ്ത് അവരെ ബിസിനസ് ഇതായാലുള്ള ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഉപകാരങ്ങൾ കിട്ടുള്ളൂ. കാവലുണ്ടാവും എന്തായാലും. പിന്നെ ഇപ്പൊ നമ്മൾ കൊടുത്ത് ഈ താഴത്തേക്ക് പിന്നെ വീട് പറഞ്ഞേ? പിന്നെ ഇതിലെങ്ങനെ റിംഗ് റോഡാണ്, ഇങ്ങനെ ഇവിടെ താഴത്തേക്കും വീടുണ്ടല്ലേ? താഴത്തേക്ക് ഇത് ഇതുവരെ ഫുള്ള് കോൺക്രീറ്റ് ആണല്ലേ റോഡില്? താഴത്ത് പിന്നെ ഈ RC-ക്കാർ ചെയ്ത വീട് അവിടെയാണ്. ആദ്യം എടുക്കാം. ഇതിങ്ങനെ ഇതൊക്കെ യൂസ്ഫുൾ ഇങ്ങനെ ഇറങ്ങി വന്ന ഫുള്ള് വീടും. ഇവിടെ അല്ലാതെ മെയിനായിട്ട് കൂലിപ്പണി അങ്ങനത്തെ ഒക്കെ എല്ലാവരും കൂലിപ്പണിക്കാരാണ്. റബ്ബർ മേഖലയിലാണ് കുറെ ആളുകൾ ജോലി ചെയ്യണത്. പിന്നെ അല്ലാത്ത സാധാ കൈക്കോട്ടും പണി, കൂലിപ്പണിയൊക്കെ ആയിട്ട് എന്ത് പണിയാണ് ഒരുമല്ല ഒരു ഇതാണല്ലേ ഒക്കെ എല്ലാവരും ഒരു വീടുകൾ. അവിടെയാണ് ഇപ്പം നമ്മളാ സംഭവം ഉണ്ടായതല്ലേ കളർ? അപ്പോൾ വരുന്ന ആ ഭാഗത്ത് ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് വരുന്നല്ലേ? ഇതിപ്പോൾ കറണ്ട് ഇവിടെ മൊത്തത്തിൽ ഒറ്റ ലൈനാണ് വരുന്നത്. വീട്ടിൽ ട്രാൻസ്ഫോമർ ഉണ്ട് അവിടെ? ട്രാൻസ്ഫോമർ ഇവിടെ താഴത്താ വരുന്നല്ലേ? ട്രാൻസ്ഫോമർ ഇവിടെ അപ്പുറത്തൊന്നുണ്ട്. പിന്നെ നിങ്ങളെ റോഡ് തിരിഞ്ഞ അവിടെ ട്രാൻസ്ഫോമർ ഉണ്ട്. അവിടെ ട്രാൻസ്ഫോമർ ഉണ്ട് അല്ലേ?
ആ ഇടിഞ്ഞതിൻ്റെ കട്ടിങ്ങാണ് ആ കാണുന്ന കട്ടിങ്ങാണ് ഒരു കട്ടിങ് ഇങ്ങനെ കട്ടിങ് അവിടെ അതിൻ്റെ അപ്പുറത്തേക്കാണ് ഇത് വരുന്നത്. ഇതൊക്കെ യൂസഫ് അലി എടുത്ത വീടുകളല്ലേ? അതെ. ഇതിപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റാണ് വീടുകൾ വരുന്നത്? എല്ലാ 630 സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൊത്തം എല്ലാ വീടുകളും. എല്ലാ വീടുകളും 2 ബെഡ്റൂമും ഹാളും സംവിധാനം സൗകര്യങ്ങൾ ബാത്റൂം സൗകര്യം ഇതൊക്കെ ഉണ്ട്. ഇവിടെ വേസ്റ്റുകളൊന്നും കാര്യമായിട്ടുണ്ടാകുന്ന പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇല്ലല്ല. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് സർക്കാരിൻ്റെ ഇതുണ്ടല്ലോ, ഹരിത കർമ്മസേനക്കാർ അവർ വന്നിട്ട് എപ്പോഴും വന്ന് കൊണ്ടുപോകും. ഇത് അങ്ങനെ അവിടം വരുള്ളൂ, അല്ലാതെ വേറെ വേറെ വീടുകളല്ലേ? ഇതിലിങ്ങനെ പോയി നമ്മളെ വന്നോടത്തേക്ക് ഇതേ മായ്ക്ക് ഡോറും കൂടി ഇപ്പോൾ അവിടെയും കൂടി ആയിക്കിട്ടണം. മറ്റടുത്ത് നമ്മുടെ ആ 12 വീട് എടുത്തനുസരിച്ച് ജമാഅത്തെടുത്ത് അവിടെയും കൂടി അതേ മായ്ക്ക് റോഡായ അതാവും. അത് അന്ന് ഈ റോഡിൻ്റെ ഒപ്പം ചെയ്യാൻ നിന്നപ്പോൾ വീട് പണി പൂർത്തിയാക്കാത്തതുകൊണ്ടാണ് അന്ന് ചെയ്യാതെ പോയത്. അപ്പോൾ ഇനിയിപ്പോൾ പദ്ധതിയിൽ ഫണ്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത പ്രാവശ്യങ്ങൾ വരുമ്പോഴത്തേനൊക്കെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഇത് യൂസഫ് അലി എടുത്തത് യൂസഫ് അലി എടുത്തല്ലേ? ഒക്കെ ഒരേ മോഡലാണ് വരുന്നത്. അതെ അതെ അതെ. ഇത് യൂസഫ് അലി, ഇതാ വരുൺ ഗ്രൂപ്പ് കൊടുത്ത് ആയിപ്പെട്ടാണ് ഈ വീട്. ഇതിപ്പോൾ യൂസഫ് അലി എടുത്തല്ലേ? ഇത് പിന്നെ ഇതെന്താ താമസമല്ലേ ഇവിടെ ഇപ്പോൾ? അത് ചെക്കനാണ്, ഇടക്ക് പഠിക്കാനൊക്കെ പോകുമ്പോൾ പഠിക്കാം. അവർ പുറത്ത് വിരുന്നേരവിടെയൊക്കെ പോയതാക്കാരല്ലേ കുടുംബമൊക്കെ? അതും പിന്നെ യൂസഫ് അലി എടുത്ത വീടല്ലാണല്ലേ? മരം കൊടുത്തതാ? അത് വീട് പറഞ്ഞില്ല നിങ്ങൾ? വേറൊരു വീട് പറഞ്ഞില്ല ആരോ? വരുൺ ഗ്രൂപ്പ് കൊടുത്ത് 2 വീടുകൾ. 2 വീട്. ഇതൊരു വീടാണ് ഈ വീട്. അവരൊരു വീട് പിന്നെ വേറെ ഒരു വീട് അപ്പുറത്ത്, ഈ വീടിൻ്റെ അപ്പുറത്ത്, ഇതിൻ്റെ അപ്പുറത്താ വീട് വരുന്നത്. ഒന്ന് വരുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ യൂസഫ് അലി ഗ്രൂപ്പ് ഒന്നും കൂടി ഉണ്ട് പറഞ്ഞാൽ ഈ വീടാണല്ലേ? ഈ വരും ഗ്രൂപ്പ് പറഞ്ഞാൽ എന്തിൻ്റെ? അവർ മറ്റേ ഒരു ബിസിനസിൻ്റെ ഇതിലാണ്. ഓരോരുത്ത ഈ ഒരു ഗ്രൂപ്പ് സാഹിബയുടെ വിട്ട് അങ്ങനെ സഹായിച്ചു. ഇത് പിന്നെ ആധാരം എഴുത്തുകാരുടെ അസോസിയേഷൻകാർ ഒരു വീടും നമ്മുടെ കൊടുത്തിട്ടുണ്ട്. അതെ, അതിതാണ് ആധാർ എഴുത്തുകാരുടെ ഇതാണല്ലേ? അപ്പോൾ എല്ലാവരും അങ്ങായിക്കോണു ഇതിലാകുമ്പോൾ. കുറേ ആളുകൾ അങ്ങായിട്ടുണ്ടാകുമ്പോൾ ഒരുപാട് സംഘടനകൾ പല രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്ത ആളുകളെ അവരിത്ര കൊടുത്തു ഇവരെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങോട്ട് അത് കാണിക്കൂല, കിട്ടണില്ല, മുടക്കുകയും ചെയ്യാം. അങ്ങനെ കുറേ ആളുകൾ ഉണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ യൂസഫ് അലി എടുത്ത വീടുകളാണ് ഈ കോർട്ടിൽ മൊത്തം വരുന്നത്. ഇവിടെ 33 വീട് കൊടുത്തു. മൊത്തത്തിൽ എത്ര വീടാണ് അവിടെ വരുന്നത്? നമ്മളോ മൊത്തം ഏകദേശം 60 വീടിൻ്റെ അടുത്ത് വരുന്നത് ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട് അല്ലേ? ഈ കവളപ്പാറ ഇതിൽ വന്നാണ് ഇതൊക്കെ അല്ലേ? ഇതൊക്കെ ഇവിടേക്കൊക്കെ റോഡുണ്ടല്ലോ താഴത്തേക്കൊക്കെ അല്ലേ? അവിടെ കിടക്കുമ്പോൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകുമ്പോൾ സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാകുമ്പോൾ വെള്ള സൗകര്യം മറ്റൊക്കെ എല്ലാ സൗകര്യം പറഞ്ഞ ഇതൊക്കെ ഉണ്ട്. ഒക്കെ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ ഭൂരിഭാഗവും ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ, ബാക്കിയൊക്കെ കൂലിപ്പണി സാധാരണക്കാരാണ് കാര്യമായിട്ട് വരുന്നത്. അതെ. ഇവിടെ ഈ മറ്റേ കോൺട്രാക്ടർമാരുണ്ടല്ലോ, നമ്മുടെ ഈ പിന്നെ വീടൊക്കെ കഴിക്കുന്ന കോൺട്രാക്ടർമാർ, അവരെ മലപ്പുറം ജില്ലാ കമ്മിറ്റി വീട് കൊടുത്തിരിക്കുന്നു പറയുന്നുണ്ട്. 8 വീടുകൾ കൊടുത്തിട്ടുണ്ട്. 8 വീട് കൊടുത്തിട്ടുണ്ട്. അതാവൂതല്ലേ അവരതിൻ്റെ ഭൂമി വാങ്ങി വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരെ ഭൂമി അവർ പൈസ കൊടുത്ത് അവർ പൈസ കൊടുത്ത് ഭൂമി വാങ്ങി ഓരന്നെ വീട് നിർമ്മിച്ചു കൊടുത്തു. ഓരന്നെ ഫുൾ അതിൻ്റെ ഫണ്ട് കൊടുത്തിരിക്കണം അല്ലേ? എത്ര 8 വീട് കൊടുത്തിരിക്കണേ? 8 വീടുകൾ. അപ്പോൾ അതിക്കുള്ള വയ്യാണ് ഇപ്പോൾ ഈ വയ്യ. ഇത് ഇത്ര കുറച്ച് 50 മീറ്ററോ? ഇത് എത്ര ഉള്ളതിൽ വീട്? ഇത് കുറച്ച് 10-50 മീറ്റർ ഉണ്ടോ? അത്ര ഉള്ളതല്ലേ? അതിക്കുള്ള വീടുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ വീടുകളൊക്കെ അല്ലേ? ഇതിൽ ഫുള്ള് താമസക്കാരുണ്ട്. 8 വീട്, 2 ലൈനായിട്ടല്ലേ? 2 ഭാഗമായിട്ട് 8 വീടല്ലേ? 8 വീടല്ലേ? അപ്പോൾ ഇതൊക്കെ വെള്ള സൗകര്യമോ? ഇതൊക്കെ വെള്ള സൗകര്യം ഉണ്ട്. നമ്മുടെ കിണർ അവിടെ, അതാ കിണറാണ്. അത് കിണറാണല്ലേ? അങ്ങോട്ട് പൈപ്പ് ഇട്ടിക്കാൻ മോട്ടർ ഓരോരുത്തർക്ക് എല്ലാ വീട്ടിലും സെപ്പറേറ്റ് മോട്ടർ ഇട്ടിക്കാം. അതിൽ വെള്ളമൊക്കെ ഉണ്ടാകും. വെള്ളത്തിനൊന്നും പ്രശ്നമല്ല. കുടിവെള്ള പ്രശ്നമൊന്നും ഇതുവരെ ചോദിക്കാൻ കാരണം ഇവിടെ ഇപ്പോൾ 2 ദിവസം മുമ്പ് ആരൊക്കെ ഇത് ചോദിച്ചിട്ട് മേടിച്ചിട്ടുണ്ട്, വെള്ളമല്ല ഇങ്ങോട്ട് അങ്ങനെയാണ് പ്രശ്നം, അങ്ങനെയാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ആളുകൾ വെറുതെ പെരേറ്റി പോയി നിൽക്കാൻ ആളുകൾ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടില്ല എന്നൊക്കെ ഓരോരുത്തരും ഇങ്ങനെ. ഇതിപ്പോൾ അവർ 8 വീട് വരുന്നതല്ലേ? അതിങ്ങനെ ഒരു അതിരാക്കി തിരിച്ചിട്ട് കടകൾ അതിലിങ്ങനെ അല്ലേ? 8 വീടല്ലേ? അതിൻ്റെ ഫണ്ട് മൊത്തം അവരാണ്, സ്ഥലം വാങ്ങിയതൊക്കെ അവർ തന്നെ. അവരൊക്കെ മൊത്തം അതിൽ വേറെ ആരും ഏർപ്പെടുത്തിയിട്ടില്ല. ഇല്ല. ഭൂമിയും വീടും സംവിധാനം ഒക്കെ ഈ കോൺട്രാക്ടർമാരുടെ അസോസിയേഷൻ തന്നെ ഉണ്ടായി. മലപ്പുറം ജില്ലാ ഇതാണ് ജില്ലാ കമ്മിറ്റിയാണല്ലേ? ഈ സെൻട്രലിൻ്റെ മറ്റൊക്കെ എല്ലാ ബിൽഡിങ്ങിൻ്റെ അവരാവുമല്ലേ? അവരാണ് കൊടുത്തിരിക്കണല്ലേ?
പിന്നൊന്ന് ചോദിക്കാതെ ഇപ്പോൾ ഈ നമ്മൾ ഈ ഇവിടെ അടുത്ത് ഇപ്പോൾ ഇത് കുറേ വീടുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അല്ലേ, അപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ അടുത്ത് ബാലവാടിയൊക്കെ ഉണ്ടോ ഈ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കില്ലേ? ആ, ബാലവാടി ഇവിടെ അടുത്ത്, ഇവിടെ സ്കൂളിൻ്റെ അവിടെ നിങ്ങളെ തിരിഞ്ഞ് വന്ന ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അവിടെ തന്നെ ഉണ്ടല്ലേ? ബാലവാടി ഉണ്ട്, LP സ്കൂളുണ്ട്. LP സ്കൂളും ഉണ്ട്. ആ, ഇവിടുന്ന് കുട്ടികളൊക്കെ പോകണ്ടോ? അവിടുന്ന് കുട്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ പോകണ്ടല്ലേ? ആ, ഇത് ഇവിടെ അടുത്ത് തന്നെയല്ലേ ബാലവാടി അല്ലേ? ഗവൺമെൻറ്റുമായി ആശുപത്രി വരുന്നത് ഇവിടെയൊക്കെ? ഹോസ്പിറ്റൽ ഇവിടെ ഹെൽത്ത് സെൻ്റർ ഉണ്ട്. ആ, നമ്മൾ ഹോസ്പിറ്റൽ ഞെട്ടിക്കുളത്തല്ലേ? ഇവിടുന്ന് 2-3 കിലോമീറ്റർ പോയാൽ ഹെൽത്ത് സെൻ്റർ ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. ഹെൽത്ത് സെൻ്ററൊക്കെ ബസ്സും കാര്യങ്ങളും സംവിധാനമൊക്കെ ഉണ്ട്. യാത്രാ പ്രശ്നം ഞങ്ങളൊക്കെ നേരത്തെ ഇതിനും അപ്പുറത്ത് താമസിച്ച ആൾക്കാരല്ലേ, ഇപ്പോൾ കുറച്ചുകൂടി സൗകര്യം കൂടിക്കാണോ ശരിക്കും അവിടുത്തേക്കായല്ലേ? അവിടുന്ന് ഇപ്പോൾ യാത്രയെ സംബന്ധിച്ച് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് നേരത്തെ താമസിച്ചതിനേക്കാൾ ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് ലാഭത്തിലാണ്. നമ്മളാ ഒരു പോയി എന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും. അതിപ്പോൾ പടച്ചോൻ്റെ അടുത്ത് ഇതങ്ങനെയല്ലേ വരുന്നേച്ചായിരിക്കും, നമ്മളെന്നും തടുക്കാനൊന്നും കഴിയില്ല നമ്മൾ. അപ്പോൾ സൗകര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ വെള്ളമായിട്ടും വെളിച്ചമായിട്ടും വയ്യായിട്ടും സൗകര്യങ്ങൾക്കൊന്നും കുറവില്ല. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒക്കെ സൗഹാർദ്ദത്തിലാണ് പോകുന്നത്. എല്ലാ മതസ്ഥരുണ്ടല്ലോ ഇവിടെ എല്ലാം, എല്ലാ വിഭാഗം ആളുകളും. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻസ് എല്ലാവർക്കൊക്കെ ആരാധനകളുണ്ടല്ലേ? ഇത് ക്രിസ്ത്യൻസ് ആരാധനയാണല്ലേ ഈ കാണേ? അതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ അടുത്ത് വേറെ അമ്പലം പേരുണ്ട് അവിടെ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇത് വരുന്നതൊക്കെ. ഇതിലിപ്പോൾ ഈ ക്രിസ്ത്യൻസ് 6 വീട് 5 വീട് എത്ര കൊടുത്തുക്കുന്നു പറഞ്ഞില്ല? 6 വീട് എടുത്തിട്ടുണ്ടല്ലേ? RC പള്ളിക്കാർ. അത് പിന്നെ നേരെ താഴത്താണ്, അവിടെ നേരെ താഴത്താണല്ലേ? ആ, അതെങ്ങനെ അവരുടെ സ്ഥലമൊക്കെ എങ്ങനെ? അത് സ്ഥലം ഒരു വാങ്ങിയിട്ട് വീട് വെച്ച് കൊടുത്താണ്. ഗവൺമെന്റിന്റെ സഹായം കിട്ടിയ 2 കുടുംബങ്ങളുണ്ട്. ബാക്കിയുള്ളത് അല്ലാത്ത പാതാർന്നൊക്കെ വന്നിട്ടുള്ള പാവപ്പെട്ട ആളുകൾ, അവർക്ക് അവരുടെ സ്ഥലം വാങ്ങി കൊടുത്തു. അതെ, സ്ഥലവും വീടും പോലും വെച്ചു കൊടുത്തു. അതിൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? അതിൽ ഈ റോഡും സംവിധാനമൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. മറ്റു കാര്യങ്ങൾ പോലെ തന്നെ ചെയ്തേക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഈ പള്ളിക്കാർ ഇപ്പോൾ ഒരു 5 കുടുംബത്തിന് ഇവിടെ സൗജന്യമായിട്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട്. കവളപ്പാറ പുനരധിവാസം എന്നുള്ള നിലക്കല്ല, ഇവിടെ തന്നെ വരുന്നത്. ഈ പള്ളിൻ്റെ നമ്മുടെ ഈ താഴത്ത് കണ്ട മലങ്കര പള്ളിക്കാർ അവരെ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ സ്ഥലം അതിന് ഫുള്ള് ഓല ഏറ്റിക്കണം. അപ്പോൾ അത് ഇതിൽ പെട്ടതല്ല, നമ്മുടെ കവളപ്പാറയിൽ പെട്ടതല്ല. കവളപ്പാറയുമായി ബന്ധപ്പെട്ട് ഇനി ശരിക്കും പുറത്ത് വേറെ എവിടെയില്ല. എല്ലാ സ്ഥലത്ത് ആളുകൾ താമസിച്ചിട്ട് ഞെട്ടിക്കുളത്ത് 24 കുടുംബം ഒന്നിച്ച് താമസമുണ്ട്. അത് ആര് കൊടുത്താ? അത് ഗവൺമെന്റ് വെച്ചു കൊടുത്തു. അത് മൊത്തം ഗവൺമെന്റാ? അതിന്റെ എത്ര വീടായില്ലേ? അവിടെ 24 വീടുണ്ട്. പിന്നെ ഒരു 33 വീട് വേറെ ഉണ്ട്. അത് ST വിഭാഗം 33 വീടുണ്ട്. അവർക്ക് 12 ലക്ഷം രൂപ സർക്കാർ കൊടുത്തു. അത് പൈസ കൊടുത്തു അവർക്ക്? ഭൂമി വാങ്ങി വീട് വെക്കാൻ ഒന്നിച്ച് 33 അത് ഗവൺമെന്റ് ഇടപെട്ട് വാങ്ങി വെച്ച് കൊടുത്താൽ. അതിന് സ്ഥലമൊക്കെ ഗവൺമെന്റ് ആയിക്കണേ? വീട് വെച്ചു 33 വീടുണ്ടല്ലേ? അപ്പം മൊത്തത്തിൽ ഇപ്പോൾ ഈ അതിൽ ബന്ധപ്പെട്ടതിൽ ഈ കവളപ്പാറയിൽ ബന്ധപ്പെട്ട ഇതിൽ പോയ വീട് പോയവർക്കൊക്കെ മൊത്തത്തിൽ എല്ലാവർക്കും വീട് ആയിപ്പോ നിലവിലായിട്ടുണ്ട് വീട്. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട് വീട് ആർക്കും ഇപ്പം ഇനി ആവശ്യമില്ല. ഇല്ല. അല്ല, ആരൊക്കെ വേറെ ഏത് സംഘടനകളൊക്കെ വേറെ അവിടെ എവിടെയും സ്ഥലം വാങ്ങിക്കണു, വീട് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കല്ല. ഇതുമായി പല സംഘടനകളും പല ആളുകളെയും പാവപ്പെട്ടവരെ സഹായിക്കാൻ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം തന്നെ സഹായിച്ചു. പക്ഷേ ഈ പേര് കവളപ്പാറയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിലവിൽ അങ്ങനെ പ്രൊജക്ട് എവിടെ നടക്കുന്നത്? അതിപ്പോ ഈ പറയപ്പെട്ട സംഗതിയിലൊക്കെ എല്ലാവരും മറ്റതൊക്കെ വേറെ പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അപ്പൊ ഇതിന്റെ പേരിൽ അറിയപ്പെടായിരുന്നേ. അങ്ങനെ കുറെ ആളുകൾ അതിന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അത് എന്നറിയാൻ പറ്റും. എന്തായാലും ഇതിങ്ങനെ ഇവിടെയാണ് മൊത്തത്തിലുള്ളത് ഇതൊക്കെ. ഏറ്റവും കൂടുതൽ വീടുകൾ ഒന്നിച്ച് വന്ന ഒരു പ്രദേശം ഇതാണ്. പിന്നെ അവിടെ ചില്ലറി വീടുകളാണ് 33 ആനക്കല്ല് പറയുന്ന സ്ഥലത്ത് ST വിഭാഗത്തിന്. അതിനിപ്പോ നമ്മള് സ്ഥലം വാങ്ങിക്കണ ഗവൺമെന്റ്? സ്ഥലം വീടൊക്കെ ഗവൺമെന്റ്. 6 ലക്ഷം രൂപ ഭൂമിക്കും കൊടുത്തു, 6 ലക്ഷം രൂപ വീട് വെക്കാൻ കൊടുത്തു. 12 കൊടുത്തു. ST പ്രത്യേക പരിഗണന വെച്ചിട്ട് അവര് മൊത്തം അവിടെ താമസിക്കും. അതിന് വെള്ള സൗകര്യം ഇതൊക്കെ അവിടെ കിണറും സൗകര്യമൊക്കെ ഉണ്ടാകുമ്പോൾ. ഓക്കെ, ഏതായാലും ഇതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞതേ ആയാലും നന്നായി. ഏതായാലും വിവരങ്ങൾ ഇങ്ങനെ അറിഞ്ഞിട്ടാകുമ്പോൾ ആയാലും നന്നായി. നിങ്ങളുടെ പേര്? ജമാൽ. ഇവിടെ ഈ നാട്ടുകാർ തന്നെ? ഞാൻ കവളപ്പാറയിൽ നിന്ന് താമസം. അവിടെ വീട് വാസയോഗ്യമല്ല എന്ന് പറഞ്ഞ് മാറ്റിയപ്പോൾ. നിങ്ങളുടെ വീട് എവിടെ? ഞാൻ കവളപ്പാറ വീടില്ലേ? അവിടെയാണ് വീടുള്ളത് നിങ്ങൾ തന്നെ? പിന്നെ നിങ്ങളെ പേരെന്താണ്? വീരാൻകുട്ടി. നിങ്ങളെവിടെ താമസം? ഞാൻ കുണിപ്പാലി ആയിരുന്നു. അവിടെ താമസമുള്ളത്. ഓക്കെ.
നോക്കുന്ന ശരിയല്ലേ നോക്കുന്ന സത്യാവസ്ഥ അറിഞ്ഞാൽ നമ്മൾ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് തമ്പി. കാരണം ഇല്ലാത്ത പ്രചരിക്കുന്ന ആളുകൾക്ക് ഇത് നമ്മൾ സത്യാവസ്ഥ എന്താണെന്ന് അറിയണത്. നോക്കേ സാധാ അല്ലേ. ഇതാണിപ്പോൾ കവളപ്പാറ. നമ്മൾ 5 കൊല്ലം മുമ്പ് ഫസ്റ്റിൽ അപകടം ഉണ്ടായില്ലേ, ആ ഏരിയയാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. നിങ്ങൾ അവിടെ ആടുകളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, അവിടെ അതിൻ്റെ ഉള്ളിൽ ആ ഡബ്ബർ കാണുന്നു, അതിൻ്റെ അവിടെ ഒരു വീടുണ്ടായി മുമ്പ്. ആ കാണുന്നത് അതാണ് പിന്നെ കവളപ്പാറ. കവളപ്പാറ ദുരന്തമുണ്ടാവുകയാണ്. ആ സ്ഥലമാണ് ഇപ്പോൾ ആ കാണുന്നത്. അത് ആ കുറേ ആടുകളൊക്കെ നിൽക്കുന്നില്ല, ആടുകൾ അതിൻ്റെ അവിടെ നേരെ കായത്തിൻ്റെ കയറി അതൊക്കെ അതിൽ പോയതാണ്. ആ മുകളിലെ പൊട്ടിയത് അവിടെ നിന്നാണ് നമ്മൾ കവളപ്പാറയിൽ. അങ്ങനെയാണ് വന്നിട്ട് അങ്ങനെ നിങ്ങൾ ഈ തോട് വരുന്നു, ഈ തോട് വരുന്നില്ല, നിങ്ങൾ ഈ തോട് വരുന്നില്ല, ആ തോടുണ്ട് അങ്ങനെ പോകുന്നു, അങ്ങനെ പോകും, അങ്ങനെ താഴെ വരും. ഇതിനാണ് ഇന്നത്തെ അതൊക്കെ പോയതാണ്. ഈ കാണുന്നതൊക്കെ ഇന്ന് പോകാനാണ്. അതൊക്കെ അന്ന് വെള്ളം ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ഫുള്ള് ഇന്ന് പോകാനാണ് കവളപ്പാറയിലാണ്. ഇപ്പൊക്കെ ഒരു സുരക്ഷിതമായി താമസിക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യം തന്നെ ഇതാണ്. കുഞ്ഞു ഘട്ടത്തിലെ നീറ്റുകൾ കിട്ടാണ്ടായിരുന്നു. അത് ആ കാണുന്ന ഡബ്ബർ അതിൻ്റെ ഉള്ളിലൊരു വീടുണ്ട്. പിന്നെ ആ 2 സൈഡിലുള്ള വീടുകളൊക്കെ പോയിട്ടുണ്ട്. ആ പച്ചപ്പ് കാണുന്നതൊക്കെ ഒരു പോകാനുണ്ട്. അങ്ങനെ ഈ കാണുന്ന കുഞ്ഞാൽ മൊത്തം ഇങ്ങനെ ഉണ്ട്. ഇതൊക്കെ അതിൽ ഉള്ളതാണ്. ഈ കാണുന്നതൊക്കെ ഒരു പോയുണ്ട്. ഒക്കെ ഇതിലിങ്ങനെ പോയതാണ് ഫുള്ള് വീടുണ്ട്. വരുമ്പോഴത്തേന് നിങ്ങൾ വെള്ളം ഒലിച്ചു പോകുന്ന പോയത് പോയല്ല, ചെറിയൊരു ചാല് ഇതിങ്ങനെ ചാലിയാർക്ക് പോയി ചാറാനുണ്ട്. അങ്ങനെ ആ കാണുന്ന നഷ്ടമല്ലേ അങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ പോകുന്നത് അല്ലേ. അത് പിന്നെ ആ കാണുന്ന പോത്തലിൻ്റെ സൈഡാണ് ആ സൈഡ് കാണുന്നത്. ഈ കൂനകളൊക്കെ കാണുന്നത് മണ്ണ് മാന്തിയിട്ട് JCB കൊണ്ട് മാന്തിയിട്ട് അങ്ങനെയുള്ളതാണ്. JCB മാന്തിയിട്ടുള്ളതാണ് ഈ കാണുന്ന കൂനകളൊക്കെ കാണുന്നത്. ഒക്കെ ഇങ്ങനെ പോകുന്നതാണ് മൊത്തം. അവിടെ ആ റോഡിൻ്റെ ആ മേൽഭാഗത്തേക്കൊന്നും ഇതില്ല, ഇങ്ങനെ ഈ ഏരിയ മൊത്തം ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെ പോയിട്ട് ഇതൊക്കെ കവളപ്പാറയിൽ അന്നുണ്ടായ സ്ഥലങ്ങളാണ്. ഇതൊക്കെ അവിടെയൊക്കെ വീടുണ്ടായിരുന്നത് ആ മേൽഭാഗത്ത്. ഇന്ന് പോകുന്നതാണ് ഇങ്ങനെ ഉള്ളത്. ആ ഒരു ചുവന്ന മൈക്ക് കാണുന്നുണ്ട്, അവിടെ നിന്നാണ് ഫസ്റ്റ് പൊട്ടിയിട്ട് കവളപ്പാറ പൊട്ടുണ്ടായത്. അങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ആ തോടുണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവുക ചെയ്തിട്ട് നേരെ താഴത്തേക്ക്. ആ പച്ചപ്പ് കാണുന്നത് അത് പച്ചപ്പ് അതൊക്കെ അവിടെയൊക്കെ വീടുണ്ടായിരുന്നു. അവിടെ അങ്ങേ സൈഡിലുണ്ട്, അവിടെ വീടുണ്ടായി. ഈ സെൻറ്ററിലൊന്നും ആയില്ല, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഇത് വെച്ചത്. ആ 2 സൈഡിൽ കൂടി പോകുന്ന സെൻറ്ററിലെ റബ്ബറിൽ അതൊന്നും കുഴപ്പം പറ്റിയില്ല. ഇതിലൊരു വീടുണ്ട്, ഇത്ര താഴത്തൊരു വീടുണ്ട്, ആ വീടൊക്കെ പോയി. അങ്ങനെ പോന്നിട്ട് ഈ കൂന ഇതൊക്കെ കാണുന്ന മണ്ണ് JCB മാന്തിയിട്ടുള്ള മണ്ണായതാണ്. അല്ല ആദ്യം ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഫുള്ള് ഇങ്ങനെ ആടുകളൊക്കെ കാണില്ല, ഇവിടെയൊക്കെ ഇങ്ങനെ പോകുന്നത്. അവിടെ ആടുകളുണ്ട്, അതിൻ്റെ മേൽഭാഗമാണ് ആ സംഭവം ഉണ്ടാകുന്നുണ്ട് ഒക്കെ ഉള്ളത്. എനിക്കിപ്പോൾ അവർ കാണാൻ വേണ്ടി വന്നാണ് ഇവിടെ സംഭവം ഉണ്ടായിട്ട്. ഇവിടെയൊക്കെ ഗൾഫിലായിരുന്നു ആദ്യം. ഇതൊക്കെ അന്ന് വെള്ളം വന്നിട്ട്